വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒരുപാട് ഡയറ്റ് ഒഴിവാക്കാതെ വെയിറ്റ് ലോസിലെത്താം എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ്. ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറും ചപ്പാത്തിയും ഓട്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് മാക്സിമം ആൾക്കാരും നോക്കുന്നത്. കാരണം നമ്മൾ ശീലിച്ച് വന്ന ശീലങ്ങളെ മാറ്റാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ പല ആൾക്കാരും ക്രാഷ് ഡയറ്റിലേക്ക് പോകാറുണ്ട്. പെട്ടെന്ന് വെയിറ്റ് ലോസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഡയറ്റ് ചെയ്ത് ഒരുപാട് എക്സർസൈസ് ചെയ്തൊക്കെ ബോഡിക്ക് ഹാനികരമാവുന്ന രീതിയിലേക്ക് വെയിറ്റ് ലോസിലെത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് അവർക്ക് ഇൻറ്റേർണൽ നമ്മുടെ ഓർഗൻസിനും കാര്യങ്ങൾക്കും ഒക്കെ അത് പ്രശ്നമായിട്ട് വരും. പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ലോസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മളുടെ മെറ്റബോളിസം അതൊരു അസന്തുലിതാവസ്ഥയിലേക്ക് പോവുകയും അത് നമുക്ക് കൂടുതൽ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടുക. അപ്പം നമ്മൾ ഈ ഡയറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പം നമുക്ക് എത്ര വെയിറ്റ് കുറഞ്ഞോ അത് തിരിച്ച് റീഗെയിൻ ചെയ്ത് വരികയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസിലേക്ക് എത്താനായിട്ട് പറ്റും. ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. രാവിലെ എക്സർസൈസ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാവണം. അതുപോലെ കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് 30 മിനിറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് സമയം ഫോൺ നോക്കിയിരുന്നും അതുപോലെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നതും ഒക്കെ നമുക്ക് വെയിറ്റ് ലോസിലേക്ക് എത്താനായിട്ടുള്ള റിസൾട്ട് കുറയുന്ന ഒരു കാര്യമാണ്. പിന്നത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഷുഗർ കുറയ്ക്കുക എന്നുള്ളത്. ഷുഗർ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റിക്കിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മധുരം കഴിക്കുന്നത് കുറയ്ക്കണം. മധുരം കഴിക്കുന്നത് കുറയ്ക്കുക, 30 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക, അതുപോലെ തന്നെ ഉറക്കം കറക്റ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് കറക്റ്റായിട്ട് എത്താനായിട്ട് പറ്റും. ഇങ്ങനെ നിങ്ങൾ റിസൾട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിലല്ല, ഗ്രാജുവലായിട്ട് നമ്മുടെ വെയിറ്റിനെ കുറിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പോകരുത്. ഒരുപാട് സമയം നമ്മൾ എക്സർസൈസ് ചെയ്തപ്പോൾ ഒരു എക്സർസൈസും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി വീക്കാവും. അത് പിന്നെ നേരെയാക്കി എടുക്കാനായിട്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ പോവുക എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇത്രയും സമയമൊക്കെ എക്സർസൈസ് ചെയ്യുന്നത്, ഹെവി എക്സർസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലർ ഫെയിൻറ്റ് ചെയ്ത് വീഴാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഗ്രാജുവലായിട്ട് കാര്യങ്ങൾ സമയം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു ചെടി വെച്ച്, ഇപ്പോൾ ഒരു റോസയുടെ ചെടി നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പൂ പിടിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ ആ ഒരു ചെടി കിളിച്ച് വന്ന് അതിന് മുട്ടിട്ട് അത് പൂ വിരിയുന്നതിന് ഒരു കുറച്ച് സമയം എടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് വേണ്ടുന്ന വളം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു.